പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണി ആട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ, വളരെ ടേസ്റ്റില്, ഇത്തിരി മസാല ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് എങ്ങനെ എഗ് ബിരിയാണി റെഡിയാക്കാന്ന് നോക്കാം. എഗ് ബിരിയാണി മാത്രമല്ല കേട്ടോ, ഇതിന്റെ കൂട്ടത്തില് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റായ്ത്ത കൂടി തയ്യാറാക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ, എന്നിട്ട് ഉണ്ടാക്കി നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ പറയുന്നുണ്ട്. മുട്ട ബിരിയാണി വെക്കാനായിട്ട് ഞാനിവിടെ സോന മസൂരി റൈസ് ആട്ടോ എടുത്തിട്ടുള്ളത്. ജീരകശാല സോന മസൂരി അതായത് മതിയാവും. ബസ്മതി റൈസ് വേണമെന്നില്ല, നിങ്ങൾക്ക് അതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. റൈസ് മാറുന്നതനുസരിച്ച് അരിയുടെ വേവിലും വെള്ളത്തിന്റെ അളവിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോ ഇവിടെ 2 കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. 250 ml ഗ്ലാസ്സിൽ 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. പശയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം ഒരു 30 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളും അതിന്റെ സൈഡ് ഡിഷ് ഒക്കെ ആദ്യം തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ബിരിയാണി അനായാസം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. മുട്ട നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുക്കാൻ. ഞാനിവിടെ 5 മുട്ടയാണ് പൊങ്ങാനായിട്ട് വെക്കണേ കേട്ടോ. മുട്ട നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടുപോരെന്ന് പറയുന്നത്. ഉപ്പിട്ട് അടുപ്പത്ത് ഒരു 7 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട വേവും. അതവിടെ മാറ്റി വെക്കാം. അരി കുതിരാൻ വെച്ചിട്ട് ഇപ്പം 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് വാർന്ന് വെക്കാം. പിന്നെ വെള്ളം കുറച്ചൊന്ന് പോയി കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കണം. എന്റെ ചാനലിലെ എല്ലാ റെസിപ്പികളുടെയും ഇൻഗ്രീഡിയൻസ് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. കച്ചമ്പർ, എഗ്, റൈസ് എല്ലാത്തിനും കൂടി വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഞാൻ അവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കച്ചമ്പർ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. കച്ചമ്പറിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും അരിഞ്ഞ് തിരുമ്മി ഒന്ന് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കനം കുറച്ച് അരിയണം കേട്ടോ. കനം കുറച്ച് അരിയുമ്പോൾ എനിക്ക് എപ്പോഴും കൈ വെച്ച് അരിഞ്ഞാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ കൈ വെച്ച് അരിയണേ. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒത്തിരി എരിവാക്കണ്ട കേട്ടോ കച്ചമ്പറിന്. ഇതെല്ലാരും കൂടി തിരുമ്മി വെച്ച ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിപ്പോ ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് കേട്ടോ. ചെറുനാരങ്ങയുടെ പുളി എനിക്ക് കച്ചമ്പറിൽ നല്ല ഇഷ്ടമാണ്. തൈര് ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് ഞാൻ. അപ്പൊ കച്ചമ്പറിന്റെ പുളി വരുമ്പോ എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. പുളി വരുന്ന സമയത്ത് ഉപ്പ് ഇച്ചിരി താന്നു പോകും. അപ്പൊ ഉപ്പ് ഇച്ചിരി മുന്നിട്ട് നിൽക്കാൻ കണക്കിന് കച്ചമ്പറിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി അവിടെ മാറ്റി വെക്കാം. ഞാൻ ഒത്തിരി മസാല ആക്കണില്ല, അതുകൊണ്ട് തന്നെ സവാള കുറച്ചെടുത്തിട്ടുള്ളൂ. 2 സവാള ആട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് ഇത് അരിഞ്ഞു വെച്ചേക്കണേ. ഇത് പിസ്തയ്ക്കും റൈസിനും ഗ്രേവിക്കും എല്ലാത്തിനും കൂടി അത്രയും സവാള മതി. സവാള അരിഞ്ഞു വെച്ചത് ഇതേപോലെ ഒന്ന് ഞെരടി കൊടുക്കാം കേട്ടോ. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിസ്ത ഉണ്ടാക്കുമ്പോൾ സവാള ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാനും കൂടി അരിഞ്ഞു വെച്ചോണ്ട് എല്ലാനും കൂടി അങ്ങനെ തിരുമ്മി വെച്ചെന്നേ ഉള്ളൂ. ഇനി ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടി അരച്ചെടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും 3/4 ടീസ്പൂൺ വെച്ച് ഓരോന്നിന്റെ പേസ്റ്റ് കിട്ടാൻ കണക്കിന് മതി. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം സെയിം മിക്സിയുടെ ജാറിലേക്ക് 2 മീഡിയം സൈസ് തക്കാളിയും കൂടി അരച്ചെടുക്കാം കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പെട്ടെന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കി കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കുക്കറിലൊക്കെ കൂടി ഇട്ട് നമുക്ക് പെട്ടെന്ന് 15 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന്റെ റെസിപ്പി ഞാൻ പിന്നെ ഇടാം കേട്ടോ. മുട്ട ബിരിയാണിയില് പൊതിനയില കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തു വരും കേട്ടോ. പൊതിനയില ആണെങ്കിലും അതെ, മല്ലിയില ആണെങ്കിലും അതെ. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും ഒരു 1/2 ടേബിൾ സ്പൂൺ പുതിനയിലയും മതിയാവും കേട്ടോ. ബിരിയാണിയുടെ നല്ല ആകർഷണമായിട്ടുള്ള ഒരു നല്ല സ്മെല്ല് വരണമെങ്കിൽ ഇത് വേണം. എന്നാൽ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കുത്തു വന്നാൽ നമുക്ക് മട്ടിക്കും. ഈ സമയം കൊണ്ട് അരി വാർന്നു വെച്ചത് വെള്ളം പോയി ഇരിപ്പുണ്ട്. അപ്പൊ അതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഓയിലും ആട്ടോ ഞാൻ ഒഴിക്കുന്നത്. ഗീ തന്നെ ഒഴിക്കുമ്പോൾ അതിന്റെ മട്ടിപ്പ്, അതിന്റെ ടേസ്റ്റ് ഇവിടെ ഇഷ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഗീ ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഡാൽഡ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഇട്ടാം. അതിനുശേഷം അരി ഇട്ടെടുത്ത് ആദ്യത്തെ കുറച്ച് സമയം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങുന്ന സമയം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അരി ഇങ്ങനെ വിട്ട് വരണം. ഇത് കണ്ടോ, ഇപ്പൊ അരി ഒറ്റപ്പെട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിൽ ഓയിലിന്റെ നനവ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയി ഒറ്റപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിൽ തന്നെ ഇരുന്ന് ചിലപ്പോൾ അടിഭാഗം മുറുകി പോവാനൊക്കെ സാധ്യതയുണ്ട്. കുറച്ച് സമയം അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. റൈസ് വേവിക്കാൻ പറ്റിയ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ ഗീയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 കഷ്ണം ചെറിയ പട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ട ഞാനിവിടെ ഒരു 3 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്റെ പട്ടയ്ക്ക് തീരെ സ്മെല്ലില്ല, അതുകൊണ്ടാണ്. അപ്പൊ നല്ല ഫ്രഷ് പട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ചെറിയ കഷ്ണം മതിയാവും. നമ്മൾ 2 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് 4 ഏലക്ക, 4 കറിയാമ്പൂ,
ഇനി ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി. ഒരു 5-6 കുരുമുളക്, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ തക്കോലം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ആ ഫ്ലവർ പോലെയുള്ളത്. ഇപ്പൊ മിക്കവരും വയറേനൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് ഇടലില്ല. പക്ഷെ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലേവറിന് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് ഒരു പൂവിന്റെ ഒരു ഇതള് മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ടുകൊടുത്ത് എല്ലാരും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഫ്ലെയിം തീരെ കുറഞ്ഞു തന്നെ ഇരിക്കണം കേട്ടോ. ഇതൊന്നും പുകയരുത്. പുകഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചവയ്ക്ക് നല്ല വ്യത്യാസം വരും. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഓരോ അരിയുടെ അനുസരിച്ച് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സോന മസൂരി റൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് വറുത്തിട്ടും ഉണ്ട്. അപ്പൊ ഇച്ചിരി വെള്ളം അധികം അതിൽ വേവാനായിട്ട് വേണ്ടി വരും. 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് സാധാരണ വേവിക്കാനായിട്ട് വേണ്ടി വരാം. ഇപ്പൊ വറുത്ത് വെച്ചേക്കുന്ന കാരണം ഞാൻ ഒരു അര കപ്പ് വെള്ളം കൂടി കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് 2 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. തിളപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതങ്ങനെ തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇച്ചിരി ഉപ്പ് മുന്തി നിൽക്കാൻ കണക്കിന് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ ഇട്ടെടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പാകത്തിനേലും ഇച്ചിരി മുന്നിൽ നിൽക്കണം. എന്നാലാണ് അരി വെന്ത് കഴിയുമ്പോൾ അരിക്ക് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അരി ഒറ്റപ്പെട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ വറുത്ത് വെച്ചേക്കണതുകൊണ്ട് അരി അങ്ങനെ ഒറ്റ പിടിക്കൂല. എങ്കിലും ഞാനൊരു ടീസ്പൂൺ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അരിയാണ്. വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം വെള്ളം നന്നായിട്ട് ഒന്ന് തിളക്കണ വരെ ഹൈ ഫ്ലെയിമിൽ ഇടാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. വെള്ളം പെട്ടെന്ന് അങ്ങോട്ട് വറ്റിപ്പോയാൽ നമ്മുടെ അരി വേവില്ല. ഞാൻ എടുത്തേക്കണ അരിക്ക് നല്ല വേവുണ്ട്. 2 മിനിറ്റ് 3 മിനിറ്റ് ഇടവിട്ട് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. വെള്ളം നന്നായിട്ട് വെറ്റി റൈസ് വെന്ത് കഴിയുമ്പോൾ ഓഫാക്കാം. റൈസ് വേവുന്ന സമയം കൊണ്ട് അതിന്റെ ഇടയിൽ കൂടി നമുക്ക് ബിസ്ത റെഡിയാക്കാം. ആദ്യം തന്നെ കശുവണ്ടി പരിപ്പ് വറുക്കാനായിട്ട് എടുക്കുക. ഞാനിവിടെ ഒരു 5-6 കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 10-12 മുന്തിരിയും കൂടി ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. ആദ്യം കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് വരുന്ന സമയത്ത് മുന്തിരിയും കൂടി ഇട്ട് മുന്തിരി പൊളിച്ച് കഴിഞ്ഞ ശേഷം രണ്ടും കൂടി കോരിയെടുക്കുക. ഇനി ഇതിലേക്ക് ബെസ്റ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇട്ടെടുക്കുക. ഒരു വലിയ സവാളയുടെ പകുതി ഉണ്ടാവുള്ളൂ കേട്ടോ. അത് സവാള ഇട്ടെടുത്ത് ആദ്യത്തെ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ തിളച്ച് സവാള വഴന്ന് തുടങ്ങുമ്പോൾ സവാള നന്നായിട്ട് വഴന്ന് പുകയെന്ന് കാണുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാണെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മൾ ഒരുപാട് സമയം നിൽക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു ഭാഗമായി കഴിയുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട വഴറ്റാവുള്ളൂ. അതായത് ചില സവാളയൊക്കെ മുറുകി നല്ലൊരു ഗോൾഡൻ കളർ ആവുമല്ലോ. അപ്പൊ ചിലതൊക്കെ പച്ചന കിടക്കായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് എല്ലാവരും ഒരുവിധം പരുവാക്കി എടുക്കുക. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് ഇനി കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേനും ഒന്ന് മുറുകി വന്നോളും. കണ്ടില്ല, നമുക്ക് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞിട്ടും ഇല്ല എന്ന കറക്റ്റ് പാകമാണ്. നമ്മുടെ പച്ചനായിരുന്നതൊക്കെ മുറുകി വന്നിട്ടുണ്ട്. ബിസ്ത തയ്യാറാക്കുന്നതിന്റെ ഇടക്കും ഞാൻ റൈസ് ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇടക്ക് വന്ന് 2 മിനിറ്റ് 3 മിനിറ്റിന്റെ ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈസ് ഇത്തിരിയും കൂടി വേവാനുണ്ട്. വെള്ളം അടിയിൽ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടേക്കണേ. ഒട്ടും തീ കൂട്ടിയിട്ടിട്ടില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കുമ്പോൾ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് ഒറ്റപ്പെട്ടായിട്ട് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് തികച്ച ഓപ്ഷനിലാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ തീരെ ആവശ്യമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ച് കളറും കൂടി ഇട്ടിട്ടുണ്ട്. അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിളക്കിയ ശേഷം അതിൽ ഇച്ചിരി ചോറിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വിതറാൻ വേണ്ടിയിട്ടാണ് ഒരു ഭംഗിക്ക്. പിന്നെ ചോറും കറിയും കൂടി മിക്സ് ആക്കുകയാണെങ്കിലും ഇതിന്റെ ആവശ്യമില്ല കേട്ടോ. ചോറും കറിയായിട്ട് പെരണ്ടയുമ്പോ ചോറിലേക്ക് കളർ കിട്ടും. ഇപ്പൊ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കുന്നില്ല. ദം ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് സൈഡിൽ വെച്ചാണ് ഞാൻ ദം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണേ. റൈസ് അവിടെ വെന്ത് റെഡി ആയിരിപ്പണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഗ്രേവി റെഡിയാക്കാം. ഗ്രേവി റെഡിയാക്കാനായിട്ട് ബിരിയാണി ദം ചെയ്യാൻ പറ്റിയ പാത്രം എടുക്കാം കേട്ടോ. ചോറും ഗ്രേവി എല്ലാനും കൂടി കൊള്ളുന്ന ഒരു പാത്രം എടുക്കാം. ഇപ്പൊ ഞാൻ റൈസ് വെച്ച പാത്രം തന്നെയാണ്. റൈസ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള വറുത്ത ഓയിൽ തന്നെ അങ്ങോട്ട് കൊടുക്കുക. ബിസ്ത റെഡിയാക്കിയല്ലോ, ആ ഓയിൽ ഇട്ട് കൊടുക്കുക. അതിലേക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. 2 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നതിൽ നിന്ന് ബിസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറിലേക്ക് ഒരു 5-6 സവാള ഇട്ടിരുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള സവാളയാണ് ഇപ്പൊ നമ്മൾ വഴറ്റാനായിട്ട് എടുത്തേക്കണേ. ഇതൊരു വലിയ 1.5 സവാള ഉണ്ടാവും കേട്ടോ.
സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി ഒന്ന് വാടി തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ജീരകം ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. സവാള വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ മുട്ട തൊണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ബേ ലീഫ് ആണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള നന്നായിട്ട് വന്നിട്ടുണ്ട്. ബേ ലീഫ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കണേ. ഇതിപ്പോ എരിവ് താഴ്ന്നാണ് നിൽക്കണേ, ഒത്തിരി എരിവില്ല. ബിരിയാണിക്കൊക്കെ എരിവ് അധികമായാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, മുട്ട ബിരിയാണിക്ക് പ്രത്യേകം. അതുകൊണ്ട് നിങ്ങൾക്ക് അധികം എരിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ മുളക്, നല്ല എരിവുള്ള മുളക് ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബിസ്തയിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഭാഗമൊക്കെ ആ ഭാഗം ഇട്ട് കൊടുക്കാം. ബിസ്ത് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. പുളിയില്ലാത്ത തൈരായിരിക്കണം. തൈര് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കലങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. പുതിനയില കൂടി പോവരുത് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ പുതിനയിലയും 1/2 ടേബിൾ സ്പൂൺ പുതിനയിലയും 2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഇതിന്റെ എരിവും പുളിയും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുട്ടയുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവി റെഡി ആയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണില്ല കേട്ടോ. മുട്ടയുടെ ഗ്രേവി ഒരു സൈഡിലേക്ക് മാറ്റിയ ശേഷം ചോറ് ഞാൻ ഒരു സൈഡിലാണ് വെക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവിയുടെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം. എനിക്ക് രണ്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണം. എടുക്കാനും എളുപ്പമുണ്ടല്ലോ. ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഗ്രേവി, ഒരു സൈഡിൽ നിന്ന് ചോറൊക്കെ ആയിട്ട് എടുക്കാം. ചോറ് ഇട്ടെടുത്ത ശേഷം അതിന്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ടെടുക്കാം. ഈ സമയത്ത് ഇട്ടെടുക്കുന്ന ഗീ കുറച്ചധികം തന്നെ ഇട്ടെടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ വേണമെങ്കിലും ഇട്ടെടുക്കാം. ബിരിയാണിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് കുറയ്ക്കരുത്. പിന്നെ ഇതിലേക്ക് പിസ്തയും മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് നമുക്ക് ദം ചെയ്യാനായിട്ട് വെക്കണം. ദം ചെയ്യാനായിട്ട് ഞാൻ ഈ ബിരിയാണി ചെമ്പ് ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒരു തവ വെച്ചിട്ട് അതിന്റെ മുകളിൽ ചെമ്പ് വെച്ചാണ് വേവിക്കണേ. ഡയറക്റ്റ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് 15 മിനിറ്റ് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോ ഒരു 20-25 മിനിറ്റ് ദം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് വെക്കണേ. ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ദം ചെയ്ത ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് തുറക്കാം കേട്ടോ. ഞാനിപ്പോ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുറന്നു. ഇവിടെ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ച റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചോറിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് മുട്ട ബിരിയാണി ഇവിടെ റെഡിയാണ്. ബിരിയാണി പാത്രത്തിൽ സെറ്റ് ചെയ്ത ശേഷം പിസ്ത മുകളിലിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചെറിയ പണിയും കൂടി ചെയ്യാനുണ്ട് കേട്ടോ. കച്ചമ്പറിന് വേണ്ടിയിട്ട് എല്ലാവരും അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ കച്ചമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് ബിരിയാണിയുടെ റെസിപ്പി, എഗ് ബിരിയാണി ആൻഡ് കച്ചമ്പർ രണ്ടിന്റെ റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.